പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ജൂൺ 21 ഞായറാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂടിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ കണ്ണുനീര് ഉപ്പണം കർത്താവെ. അവർ പോകുന്ന ഇടങ്ങളിൽ നീ അവിടെ കൂടെ പോകണം. പലരും ഒറ്റക്കാണ്. പലരും അവർ ഒറ്റക്ക് പോയിട്ട് നടക്കാത്ത പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോണത്. ഓഫീസിലായാലും കോളേജിലായാലും സ്കൂളിലായാലും പരീക്ഷയ്ക്കായാലും ജോലിക്കായാലും ഇൻ്റർവ്യൂവിനായാലും മറ്റ് റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്കായാലും കർത്താവ് അങ്ങയുടെ മക്കൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ഐ കൺവിക്ട് വേറെവർ യു ഗോ ലോകത്തെ ആവേശപ്പെടുത്തുന്ന അങ്ങയുടെ അഭിഷേക വചനമാണ്
നീ എവിടെ പോയാലും ഞാൻ നിലകൊണ്ടാകും. കർത്താവെ, ഞങ്ങൾ ആഴമായത് വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ഈ മക്കൾ നിന്നെയും കൊണ്ടുപോകാൻ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധമേ, സമയത്തിൻ്റെ അധികാരി സഞ്ചാരി മാതാവേ, അങ്ങയുടെ മക്കളുടെ കൂടെ സഞ്ചരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി. അതായത് ഈ സിബി ഷിജോ എന്നും പറഞ്ഞൊരു മോളുടെ സാക്ഷിയാണ്. അപ്പോഴേ ഈ കുട്ടിയുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ മാതാവിൻ്റെ കമ്മ്യൂണിക്കേഷൻസ് ഭയങ്കരമാണ്. മാതാവ് ഒരു ദിവസം ഇവിടെ കായംകുളത്തുനിന്ന് അല്ല കൊല്ലത്തുനിന്ന് കായംകുളത്തേക്ക് വരിക. അപ്പോൾ കായംകുളത്ത് വന്നപ്പോൾ കൊല്ലത്തുനിന്ന് കൃപാസനത്തിലൂടെ വരികയാണ്. അപ്പോൾ കായംകുളത്ത് വന്നപ്പോൾ ഇവിടെ അപ്പോൾ 2 കൊന്ത കഴിഞ്ഞ് 2 ജവമാല കഴിഞ്ഞു. 2 ജവമാല കഴിഞ്ഞപ്പോൾ ഇവിടെ മാതാവേ ഈ വിസ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 മാസമായി. ഇതിന് എപ്പോൾ പോകാൻ പറ്റുമെന്നോ ഇനി പോകാൻ പറ്റുമോയെന്നോ ഒരു ഐഡിയയും ഇല്ല. ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. ഞാൻ എന്ത് ചെയ്യും? ഇപ്പം ചില ആൾക്കാരുടെ രീതി അറിയാമല്ലോ, അവർ മാതാവിനോട് നമ്മളോട് സംസാരിക്കണ പോലെ തന്നെ സംസാരിക്കുന്നവരാണ്. ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് ഇവർ ഈ കായംകുളത്ത് വെച്ച് ആകാശത്തിലേക്ക് നോക്കി അറിയാതെ, നമ്മൾ ശരിക്കും നോക്കി പോവില്ല, അങ്ങനെ നോക്കിയാണ്. അപ്പം ഇവരൊരു കാഴ്ച കണ്ട ആകാശത്ത്. അപ്പം ഇവിടെ നാത്തൂനും ആരാണ്ടുണ്ട് പറഞ്ഞ അവരോട് ചോദിച്ചു, ചേച്ചി ആകാശത്ത് വല്ലതും കാണുന്നുണ്ടോയെന്ന് ചോദിച്ചു. ആകാശത്ത് വല്ലതും കാണുന്നുണ്ടോയെന്ന് ചോദിച്ചു. അപ്പം ചേച്ചി പറഞ്ഞ് 7 കാണുന്നുണ്ട്, പിന്നെ 23 കാണുന്നുണ്ട്, 23 കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അതാ എന്താണെന്നറിയാൻ പറ്റില്ല. ഞാൻ മാതാവിനോട് ചോദിച്ചതാ ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അമ്മ കാണിച്ചതാണ്. ഞാനും കാണുന്നുണ്ട് 7:23. ഇതിലാ സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിക്കണതേ, എൻ്റെ പാസ്പോർട്ടിൻ്റെ 7ാമത്തെ പേജിലാണ് അമ്മ എനിക്ക് വിസ അടിച്ചത്. ഞാൻ ഈ ജൂൺ 23-ാം തീയതി ഇവിടുന്ന് ഇറ്റലിക്ക് പോവുകയാണ്. അതാണ് വിഷയം. എന്ന് വെച്ചാൽ നമ്മൾ ചോദിക്കുന്ന കാര്യം തന്നെ ഓൺ ദി സ്പോട്ടിൽ മറുപടി പറയും. ഇത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. കമ്മ്യൂണിക്കേഷൻ കാര്യം ഉടമ്പടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് പ്രസൻസ്. ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. ഈ പ്രസൻസിൻ്റെ തന്നെ വേറെ ഒരു നമ്മുടെ സാന്നിധ്യം കൊണ്ട് തന്നെ, സാന്നിധ്യത്തിൽ കഴിഞ്ഞാൽ പിന്നെ അടുത്ത നടപടി സംഭാഷണമാണ്, സന്ദേശമാണ്. അപ്പം ഈ സിബി ഷിജോയ്ക്ക് 5 ഉടമ്പടി പുതുക്കിയിട്ടുണ്ട് അവർ. 5 ഉടമ്പടി. സാധാരണഗതിയിൽ സത്യസന്ധമായിട്ടാണ് ഉടമ്പടി പുതുക്കണമെന്നുണ്ടെങ്കിൽ 5ൻ്റെ നിലവാരമുള്ള സ്ത്രീയാണ് ഇവർ. ചില ആൾക്കാർ 5 പുതുക്കിയാലും 2ൻ്റെ നിലവാരം ഉണ്ടാകത്തുള്ളൂ. ഇതൊരു ട്രാജഡിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ ഉടമ്പടി 5 പുതുക്കും, പക്ഷേ നിലവാരം 2ൻ്റെതായിരിക്കും. കാര്യം ഒരു 3ാമത്തെ ഉടമ്പടി കഴിയുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ വിൻഡോ ഓപ്പണായി ദൈവം പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യുകയും അത് 4ാമത്തെ ഉടമ്പടി കമ്മ്യൂണിക്കേഷൻ തുടങ്ങേണ്ടതാണ്. ചിലപ്പോൾ ചിലർക്കൊക്കെ 2ാം ഉടമ്പടി തന്നെ കമ്മ്യൂണിക്കേഷൻ തുടങ്ങും. ദൈവം സംസാരിക്കുകയും സ്വപ്നങ്ങൾ, ദർശനങ്ങൾ, സുഗന്ധാഭിഷേകങ്ങൾ, അതുപോലെ തന്നെ എഴുതി കാണിക്കൽ, അടയാളങ്ങൾ, ഇങ്ങനെ ഒത്തിരി കാര്യം. ഇത് ഉടമ്പടി ബൈലാറ്ററൽ എഗ്രിമെൻ്റ് അല്ലേ ആൾക്കാർ ദൈവമായിട്ട്. അപ്പോൾ ഈ സിബി ഷിജോയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 5 ഉടമ്പടി ഉണ്ടെങ്കിൽ 5ൻ്റെ നിലവാരം അവർക്കുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ പറയേണ്ട സാധനമുണ്ട്. ഞാൻ കുഞ്ഞുനാൾ മുതൽ പൊട്ടു തുറന്ന ആളായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മയുടെ തൈലമാണ് ഞാൻ തുറന്നത്. ഞാൻ എവിടെ പോയാലും പൊട്ടിന് പകരം അമ്മയുടെ തൈലം തൊടും. അപ്പം അമ്മയുടെ തൈലം തൊടുമ്പോൾ അവരുദ്ദേശിക്കുന്നത് അമ്മയുടെ സാന്നിധ്യം അവിടെ കൂടെ ഉണ്ടാകുന്നതാണ്.
അപ്പം അതിനു വേണ്ടി അവർ ആ പൊട്ട് മാറ്റിവെക്കാൻ തയ്യാറായി. ആ സൗന്ദര്യവർദ്ധക പരിപാടികൾ നിർത്താൻ തയ്യാറായവർ. അപ്പോൾ എന്നാ പറ്റി? ദൈവത്തിനത് മനസ്സിലായി ഇത് സിൻസിയറാണെന്ന്. അല്ല ജോലി കിട്ടാൻ വേണ്ടിയുള്ള തൽക്കാലത്തേക്കുള്ള തരികിട നമ്പർ അല്ലെന്നുള്ളത് അമ്മയ്ക്ക്, പരിശുദ്ധ അമ്മയ്ക്ക് മനസ്സിലാകണം. അല്ലെങ്കിൽ വെറുതെ കൃപാസനം നടന്ന് കഷ്ടപ്പെടാവുന്നേ ഉള്ളൂ. ദൈവത്തിന് മനസ്സിലാകണം നിങ്ങൾ സത്യസന്ധമായ ഉടമ്പടിയിലാണെന്ന്. ഷിബിസിജിയുടെ കാര്യം അതാണ്. അവിടെ എല്ലാ കാര്യം ഇതൊന്നുമല്ല, കുറേ കാര്യങ്ങളുണ്ട്. ഞാനത് ഇന്ന് ചൊവ്വാഴ്ച ഞാൻ ധ്യാനത്തിൽ പറയും. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം. അപ്പോൾ അവർക്ക് ഇതിനു മുമ്പ് പോകാത്ത വഴികളിലൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകും, നിങ്ങൾ ഒരിക്കലും ആ വഴിയിലൂടെ പോയിട്ടില്ല എന്നൊക്കെ പറയണില്ലേ, അല്ല വാഗ്ദാനമാണ്. ഇവൾക്ക് അങ്ങനെ ഒരു ഐഡിയ ഇല്ല എങ്ങനെ ജീവിക്കുമെന്ന്. ഐഡിയ വരെ അമ്മ കൊടുക്കണതാണ്. ജോഷുവ 3:4 ഈ വഴിയിലൂടെ ഇതിനു മുൻപ് എന്നാ വചനമാ, ഈ വഴിയിലൂടെ ഇതിനു മുമ്പ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവർ കാണിച്ചു തരും. അതായത് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടാൽ പിന്നെ എല്ലാം പുതിയ വഴികളായിരിക്കും, പോകേണ്ട വഴികളാണ്. എല്ലാ വിഷയത്തിനെ കുറിച്ചും ദൈവത്തിന് കൃത്യമായിട്ടുള്ള അടയാളങ്ങളുണ്ട്, കൃത്യമായിട്ടുള്ള വഴികാട്ടലുണ്ട്, വഴി നടത്തലുണ്ട്. ദൈവത്തിന് പറ്റിയ ഒരാളെ കിട്ടാനാണ് ദൈവം കാത്തിരിക്കുന്നത്. അത് നീ ആയിരിക്കാൻ നോക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.